തൊടുപുഴയിൽ പൊതുവെ ഷൂട്ട് ചെയ്ത പടങ്ങൾ ഹിറ്റാ, അറിയാമോ? അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് ആദ്യമായിട്ടാ തോമസ് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ദൃശ്യം. അല്ലു അർജുന് വരെ ലക്കി പ്ലേസ് ആണ് തൊടുപുഴ. കാഞ്ഞാറ് ആട്. ഇടുക്കിയിൽ പൊതുവെ ഷൂട്ട് ചെയ്ത പടങ്ങൾ കുറെയൊക്കെ അങ്ങനെ സാധനം ഉണ്ട്. സംഭവം ഭയങ്കര പോസിറ്റിവിറ്റിയുടെ ഒരു ആൾക്കാരുടെ സാധാരണ ഞാൻ കല്യാണം വരെ അവിടെ നിന്ന് കഴിച്ചേ. ഇടുക്കിയുടെ പീക്കല്ലേ ഇത്, അപ്പൊ അവിടെ പോസിറ്റിവിറ്റി കൂടുതലാ. അപ്പൊ നമ്മൾ പറഞ്ഞത് സിനിമയെ പറ്റിയത് അത് മാത്രമല്ല, ഇവരെ വീട് കണ്ടുപിടിച്ചൊരു കഥയുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറെ അടുത്തൊക്കെ ഞാൻ ആക്ച്വലി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്കിപ്പോൾ ആക്ച്വലി ഒരു ഒറ്റപ്പെട്ട വീട് വേണം. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ലൊക്കേഷൻ മാനേജേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു വീട് വേണം, മല ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇവർ ആക്ച്വലി തൊടുപുഴയിലും പല പല സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ടും അങ്ങനത്തെ ഒരു സാധനം കിട്ടിയില്ല. അവരാക്ച്വലി നമ്മൾ യൂഷ്വലി കാണുന്ന കുറേ വീടുകളൊക്കെ അവരെന്നെ കാണിച്ചു തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ വയസ്സ് നോക്കി, കുറേ ആൾക്കാരുടെ അന്വേഷിച്ചു, കിട്ടിയില്ല. അങ്ങനെ ഞാൻ, നമ്മുടെ ക്യാമറാമാൻ, പിന്നെ നമ്മുടെ റൈറ്റേഴ്സ്, നമ്മൾ പിന്നെ നമ്മുടെ ആർട്ട് ഡയറക്ടർ, നമ്മളെല്ലാവരും തപ്പി ഇറങ്ങി ലൈവായിട്ട്. ഒരു 2 മാസം അങ്ങനെ പോയി ഇങ്ങനെ ചുമ്മാ ഒന്നും കിട്ടാതെ ഇങ്ങനെ നിരാശയായി പോയിരുന്ന സമയത്ത് ഓരോ സ്ഥലത്ത് തന്നെ പോയി നോക്കും ഇങ്ങനെ. ആക്ച്വലി തൊടുപുഴ ഏരിയ തന്നെ, കാരണം നമുക്ക് മല ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലം വേണം. ഇല്ലെങ്കിൽ നമ്മൾ പാലക്കാടൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പാലക്കാടും നമ്മളൊരു ഡയറക്ടറിന് പറ്റിയ, സൈജ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായിട്ടാ, പുള്ളിക്കാരന് പറ്റിയൊരു വീട് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഇങ്ങനെ ചുമ്മാ ഒന്ന് വേറൊരു പാട്ടിന് പറ്റിയ ലൊക്കേഷൻ നമുക്ക് നോക്കാൻ പോയ സമയത്ത് ഒരു വീട് കണ്ട് നല്ല. അങ്ങനെ അവർ ഫ്രഷ്ലി മീൻസ് പണി കഴിഞ്ഞൊരു വീടായിരുന്നു, പുതിയ വീടായിരുന്നു. അങ്ങനെ അവർക്ക് സംസാരിച്ചത് ആദ്യം തിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞു, പിന്നെ പറഞ്ഞ് കൺവിൻസ്. അത് ഏത് വീട്ടുകാർ സാധാരണക്കാരുടെ അടുത്ത് വെച്ചാൽ ഷൂട്ടിങ്ങോ ഭയങ്കര അലങ്കോലാക്കി തരും, ഇങ്ങനെ മൈൻഡാ. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു വീട്ടില്? ആ വീട്ടിൽ ആക്ച്വലി ഒരു 10 അടുപ്പിച്ചുണ്ടായിരുന്നു. ഈ ഒരു പരിപാടിയിലേക്ക് ഇപ്പം ഇത് ചെയ്യാമെന്നൊരു തീരുമാനം എടുത്തത് ഇതിൻ്റെ സ്റ്റോറി കേട്ടിട്ടാണോ, അതോ ഐ മീൻ ഒരു ഡിസിഷൻ എടുക്കുമല്ലോ, ഫസ്റ്റ് ഡിസിഷൻ, അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? ഇതിൻ്റെ സ്റ്റോറിയുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ വേറൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം ഇതിൻ്റെ റൈറ്ററായി ജോമോനുണ്ട്. അപ്പോൾ ഇവ എന്നെ വിളിച്ച് പറഞ്ഞ് ബ്രോ, ഇപ്പോൾ ആക്ച്വലി ഇതിനകത്ത് 3 റൈറ്റേഴ്സ് ഉള്ളത്. അപ്പം പറഞ്ഞ് ബ്രോ, ഞാൻ ലിൻഡോയോട് പോലെ പറഞ്ഞിട്ടില്ല, എനിക്ക് ആക്ച്വലി ഈ സ്ക്രിപ്റ്റ് ഒട്ടും വർക്കാവാത്ത സ്ക്രിപ്റ്റാണ്, ചുമ്മാ ഒന്ന് കേട്ട് നോക്ക്. അവൻ എന്നെ കോൺഫിഡൻസ് ഇല്ലാതെ പറഞ്ഞ എന്തുവാ, ലിൻഡോയോടും പറഞ്ഞിട്ടില്ല, ബ്രോയോട് ആദ്യം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് സംഭവം ഒരു സാധനം ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സാധനം ഇതാക്കി. ഞാൻ പിന്നെ ശ്രദ്ധിച്ചതാണ്, ഇവൻ അടിപൊളി എന്ന് പറയുന്ന സാധനങ്ങൾ എനിക്കൊന്നും വർക്കാവില്ല. ഇവൻ എനിക്കൊരു പ്രതീക്ഷ ഇല്ലെന്ന് പറയുന്ന സാധനമൊക്കെ എനിക്ക് അടിപൊളി കോമഡി അത് കേൾക്കില്ല. അതാണ് പരിപാടി. ഇനി വൈശാഖ് എങ്ങനെ ഇതിലേക്ക് എത്തിയ? എന്നെ പെട്ടെന്നൊരു പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിയതാണോ? ഇല്ല, ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് കോള് പറ്റുന്നു, ഫെബിയാണെന്ന് പറയും. പരിചയമുണ്ട്? ഇല്ല, ഒരു പരിചയമില്ല. പെട്ടെന്നൊരു കോള് തന്നെ. അപ്പം ഞാൻ എടുക്കണോ, പിന്നെ എടുത്തപ്പോൾ ഫെബിയായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞൊരു പടത്തിൻ്റെ പരിപാടിക്കാണ് കാര്യം പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് വേറെ ദിവസം വിളിച്ചു, പറഞ്ഞു കഥ ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞു. എന്നെ ഫോണിൽ കൂടെ തന്നെ, ജോമാനാണ് എൻ്റെ റൈറ്ററാണ് കഥ പറഞ്ഞതെന്ന്. അപ്പോൾ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വർക്കായി പരിപാടി, രസം ഉണ്ടായിരുന്നു. ഞാൻ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, എൻ്റെ ക്യാരക്ടറും ഭയങ്കര വർക്കായി. ഈ ജിജോ എന്ന് പറയുന്ന, അത് സഹിച്ചാൻ്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഓക്കെ പറയുന്നു. നേരെ ഫെബി എങ്ങനെയാ വൈശാഖിലേക്ക് എത്തിയത്? എനിക്ക് ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചിരുന്നത്. നിങ്ങൾ തമ്മിൽ മുമ്പ് പരിചയമുണ്ട് എന്നുള്ള മൈൻഡിലായിരുന്നു. സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി തണ്ണീർമത്തൻ ദിനങ്ങൾ സിനിമ കണ്ടപ്പോൾ തന്നെ ഇവൻ്റെ ക്യാരക്ടർ നമ്മളെ ആക്ച്വലി ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു ക്യാരക്ടർ. അപ്പം ആ ഒരു പരിപാടി തന്നെ നമുക്ക് ഒരു 18-19 വയസ്സുള്ളൊരു പയ്യനെ നമുക്ക് ആവശ്യം. അപ്പോൾ ആ ഒരു പരിപാടി എല്ലാം ഇവൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവനെ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്ത് ഇവനെ തന്നെ കിട്ടി.